ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. പേറോൾ മാനേജ്മെന്റിനെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സാലറിയുമായി ബന്ധപ്പെട്ടതാണ് പേറോൾ എന്ന ടേം. എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലെയും പ്രധാനപ്പെട്ട ചെലവുകളിലൊന്നാണ് സാലറി. എംപ്ലോയീസിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഒരു സ്ഥാപനത്തിന്റെ സാലറി എക്സ്പെൻസ് കൂടുന്നു. അതേപോലെ തന്നെ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ വ്യത്യസ്ത കാറ്റഗറിയിലുള്ള എംപ്ലോയീസ് ഉണ്ടാവും. ഇവർക്കെല്ലാം പേ ചെയ്യുന്ന സാലറി വ്യത്യസ്തമായിരിക്കും. ചില എംപ്ലോയീസിന് ബേസിക് സാലറി കൂടാതെ സ്ഥാപനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന അഡീഷണൽ ബെനിഫിറ്റ് ആയ അലവൻസുകൾ ഉണ്ടായിരിക്കും. പ്രധാനമായിട്ടും DNS അലവൻസ്, TA ട്രാവൽ അലവൻസ്, HRA ഹൗസ് റെന്റ് അലവൻസ്. ഇവ കൂടാതെ ചില സ്ഥാപനങ്ങൾ എംപ്ലോയീസിന് സാലറി പേ ചെയ്യുമ്പോൾ പ്രൊവിഡന്റ് ഫണ്ട് ഡിഡക്ട് ചെയ്യാറുണ്ട്. ഇവയെല്ലാം എംപ്ലോയി ആ സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർ ആകുന്ന സമയത്ത് അവർക്ക് ഒന്നിച്ച് പേ ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സാലറി പേയ്മെന്റ് ചെയ്യുന്ന കാര്യത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അവരുടെ DA എത്രയാണ്, TA എത്രയാണ്, അതേപോലെ തന്നെ അവരുടെ നിന്ന് പ്രൊവിഡന്റ് ഫണ്ടായിട്ട് ഡിഡക്ട് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് കോസ്റ്റ് സെന്റർ കോസ്റ്റ് കാറ്റഗറി എന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ കാൽക്കുലേഷൻ ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനായിട്ട്, അതായത് സാലറി പേയ്മെന്റിന് വേണ്ടി മാത്രം പേറോൾ എന്നൊരു ഫംഗ്ഷൻ ടാലിയിലുണ്ട്. അത് ഉപയോഗിച്ചിട്ട് ഈ കാൽക്കുലേഷൻ ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും കൊടുത്ത് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ടാലിയിൽ ഒരു കമ്പനി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പേറോൾ എന്നാണ് കമ്പനിയുടെ പേര്. നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു സ്ഥാപനത്തിലെ എംപ്ലോയീസിന്റെ പേരാണ് തന്നിരിക്കുന്നത്. അവരുടെ ഡെസിഗ്നേഷൻ, അവർ ഏത് പോസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നതെന്നും അവരുടെ ബേസിക് സാലറി, ബോണസ്, പ്രൊവിഡന്റ് ഫണ്ട്, TA, HRA അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നിട്ടുണ്ട്. അത് കൂടാതെ അതിന്റെ ലാസ്റ്റ് ആയിട്ട് അവരുടെ ഒരു മാസത്തെ അറ്റൻഡൻസ്, ഇതിന്റെ ബേസിലായിരിക്കും നമ്മൾ സാലറി പേ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ചില എംപ്ലോയീസ് ഫുൾ ഡേ വരും, ചിലത് ആബ്സെൻസ് ഉണ്ടാവും, ചിലവർക്ക് ഓവർ ടൈം ഉണ്ടാവും. ഇങ്ങനെയുള്ള കാൽക്കുലേഷൻ എല്ലാം സാലറി പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് വേണ്ടതാണ്. ഓക്കെ, അപ്പൊ എംപ്ലോയീസിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഈ ഒരു കാൽക്കുലേഷൻ ഒക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും എല്ലാ സ്ഥാപനങ്ങളിലും. അപ്പൊ ഇത് ടാലിയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ഒരു പ്രാവശ്യം സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ആദ്യം നമ്മൾ ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള ഈ സ്റ്റാഫിന്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ ടാലിയിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ടാലിയിൽ പേറോൾ എന്ന ആ ഒരു ഫംഗ്ഷൻ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് F11 ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിന്ന് F11 കീ പ്രസ് ചെയ്യുകയാണ്. ഇവിടെ ലാസ്റ്റ് ആയിട്ട്, അതായത് ടാക്സേഷൻ ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ പേറോൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് യെസ് കൊടുക്കുക, എൻ്റർ അടിക്കുക. തൊട്ട് താഴെ എനേബിൾ പേറോൾ സ്റ്റാറ്റ്യൂട്ടറി, അത് തൽക്കാലം നോ തന്നെ കൊടുക്കുക. Ctrl+7 സേവ് ചെയ്യുക. ഇതിനുശേഷം മാസ്റ്റേഴ്സിൽ ക്രിയേറ്റ് ഓപ്ഷൻ എടുക്കുക, എൻ്റർ പ്രസ് ചെയ്യുക. അവിടെ പേറോൾ മാസ്റ്റേഴ്സ് എന്ന് പുതിയൊരു സെക്ഷൻ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ആദ്യം എംപ്ലോയി ഗ്രൂപ്പ്, നിങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷൻ പഠിക്കാവുന്ന രീതിയിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഈ സെക്ഷനെയാണ് ഗ്രൂപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഓരോ എംപ്ലോയിയും ജോലി ചെയ്യുന്ന ആ പോസ്റ്റിന്റെ പേര്, മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, അക്കൗണ്ടന്റ്, അസിസ്റ്റന്റ് അക്കൗണ്ടന്റ്. അപ്പൊ ഇവിടെ 2 എംപ്ലോയിയുടെ കേസ് മാത്രമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ള എല്ലാ എംപ്ലോയീസിന്റെയും കേസ് നിങ്ങൾ തന്നെ ചെയ്യണം. ഈ ഒരു 2 എംപ്ലോയിയുടെ കാര്യം ചെയ്യുന്ന മനസ്സിലാക്കിക്കൊണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം മാനേജറും അസിസ്റ്റന്റ് മാനേജറുമാണ് ഗ്രൂപ്പായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടുന്ന് എംപ്ലോയി ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്യുന്നു. മാനേജർ എന്ന് പേര് കൊടുക്കുകയാണ്, മാനേജർ, എൻ്റർ അടിച്ച് സേവ് ചെയ്യുന്നു. അടുത്തത് അസിസ്റ്റന്റ് മാനേജറാണ്, അസിസ്റ്റന്റ് മാനേജർ, സേവ് ചെയ്യുന്നു. ഇതിനുശേഷം എക്സ്കേപ്പ് അടിച്ച് ബാക്കിലോട്ട് വരിക. അതിനുശേഷം എംപ്ലോയി ആണ്, എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ആണ്, പേരും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ പേര് കൃഷ്ണ വാസുദേവ് എന്നാണ്, അദ്ദേഹം മാനേജറാണ്. ഇവിടുന്ന് കൃഷ്ണ വാസുദേവ്. അപ്പൊ ഈ ഗ്രൂപ്പിലാണ് നമ്മൾ മുമ്പേ ക്രിയേറ്റ് ചെയ്തത്, ആദ്യത്തെ സെക്ഷനിൽ ക്രിയേറ്റ് ചെയ്ത അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പേര് കൊടുക്കുന്നത്. അതായത് സ്പേസ് ബാർ അടിക്കുമ്പോൾ ഇവിടുന്ന് മാനേജറും അസിസ്റ്റന്റ് മാനേജറും വന്നിട്ടുണ്ട്. അദ്ദേഹം മാനേജറാണ്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, എൻ്റർ അടിക്കുക. ഡേറ്റ് ഓഫ് ജോയിൻ, ഏത് ഡേറ്റിലാണ് ജോയിൻ ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സാലറി ഇപ്പോൾ ഡിഫൈൻ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഡിഫൈൻ സാലറി ലാസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ സാലറി ഡിഫൈൻ ചെയ്യേണ്ട കാര്യമില്ല. അതിനുശേഷം എംപ്ലോയിയുടെ നമ്പർ, ഡെസിഗ്നേഷൻ, ഫംഗ്ഷൻ, ലൊക്കേഷൻ, ജെൻഡർ, മെയിൽ ആണോ ഫീമെയിൽ ആണോ, അതേപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പ്, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസ്, സ്പൗസ് നെയിം ഒക്കെ ഉണ്ട്. എല്ലാ ഡീറ്റെയിൽസും കൊടുത്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു എംപ്ലോയിയുടെ നെയിമും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനുശേഷം Ctrl+A പറഞ്ഞ് ഞാൻ സേവ് ചെയ്യാണ്. അടുത്ത എംപ്ലോയിയുടെ പേര് മുഹമ്മദ് സിറാജുദ്ദീൻ എന്നാണ്, മുഹമ്മദ് സിറാജുദ്ദീൻ. അദ്ദേഹം അസിസ്റ്റന്റ് മാനേജറാണ്, അത് സെലക്ട് ചെയ്യുന്നു, അടിക്കുന്നു. Ctrl+A പറഞ്ഞ് സേവ് ചെയ്യാണ്. മറ്റുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നില്ല. എസ്കേപ്പ് അടിച്ച് ബാക്കിലോട്ട് വരിക. അടുത്തത് യൂണിറ്റ് വർക്ക്. ഇത് ഓവർ ടൈം, അതായത് സാധാരണ ചെയ്യുന്ന നോർമൽ ടൈമിങ്ങിന് ഉപരിയായിട്ട് ചില എംപ്ലോയീസ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് എക്സ്ട്രാ പേയ്മെന്റ് ഉണ്ട്. അത് അവേഴ്സ് ബേസിലായിരിക്കും കൊടുക്കുന്നത്. മണിക്കൂറിന് എത്ര മണിക്കൂർ വർക്ക് ചെയ്താൽ ഇത്ര രൂപ. ഓക്കെ, ആ രീതിയിലായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു യൂണിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ അവേഴ്സ് ബേസ് ആയിട്ട് നമ്മൾ HRS എന്ന് കൊടുക്കുകയാണ്. HRS. ഫോർമൽ നെയിം കൊടുക്കേണ്ടത് അവേഴ്സ് ആണ്, അവേഴ്സ്. എൻ്റർ അടിക്കുന്നു, സേവ് ചെയ്യുന്നു. എസ്കേപ്പ് അടിച്ച് പിന്നെയും ബാക്കിലോട്ട് വരികയാണ്.
അടുത്തത് അറ്റൻഡൻസ് ഓർ പ്രൊഡക്ഷൻ ടൈപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സ്ഥാപനത്തിൽ 3 തരത്തിലുള്ള അറ്റൻഡൻസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിലൊന്ന് പ്രസന്റ്, ഒരു സ്ഥാപനത്തിൽ ഒരു എംപ്ലോയി അവിടുത്തെ ജോലിക്കായി വരുന്നു, അത് പ്രസന്റ് എന്ന് പറയാം. അതേപോലെ തന്നെ ആബ്സെന്റ്, വന്നില്ലെങ്കിൽ ആബ്സെന്റ് എന്ന് പറയാം. പിന്നെ ഓവർ ടൈം, നോർമൽ ചെയ്യുന്നതിന് ഉപരിയായിട്ട് എക്സ്ട്രാ ചെയ്യുന്നതിനാണ് ഓവർ ടൈം. ഈ 3 അറ്റൻഡൻസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്ത് എന്റർ കീ പ്രസ് ചെയ്യുകയാണ്. അപ്പൊ ആദ്യം പ്രസന്റ് എന്റർ അടിക്കുന്നു. ഇവിടെ പ്രൈമറി കൊടുക്കുകയാണ്. എൻ്റർ അടിച്ച് കഴിയുമ്പോൾ ഇവിടെ ചോദിക്കും ലിസ്റ്റ് ഓഫ് അറ്റൻഡൻസ് ടൈപ്പ്, ഇത് എന്താണെന്നാണ് ചോദിക്കുന്നത്. പ്രസന്റ് എന്ന് പറഞ്ഞാൽ അറ്റൻഡൻസ് അല്ലെങ്കിൽ ലീവ് വിത്ത് പേ, അതായത് എംപ്ലോയി വന്നില്ലെങ്കിലും ചിലപ്പോൾ ക്യാഷ് കൊടുക്കും അല്ലെ. ക്യാഷ് ലീവ് ഉണ്ടല്ലോ, അനുവദനീയമായ ലീവ് ഉണ്ട് എല്ലാ എംപ്ലോയിസിനും. ഇപ്പോൾ ഒരു മാസം 2 ലീവ് ആണെങ്കിൽ ആ 2 ദിവസം വന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആബ്സെന്റ് മാർക്ക് ചെയ്യില്ല. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അറ്റൻഡൻസ് ലീവ് വിത്ത് പേ, അതാണ് ഇവിടെ പ്രസന്റിന്റെ കേസിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്റർ കീ പ്രസ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. അടുത്തത് ആബ്സെന്റ് ആണ്. ആബ്സെന്റ് എന്റർ അടിക്കുന്നു, പ്രൈമറി കൊടുക്കുകയാണ്. ലീവ് വിത്തൗട്ട് പേ, അതായത് വന്നില്ലേ ക്യാഷ് പോകും, ക്യാഷ് കിട്ടില്ല, അങ്ങനെയുള്ളതിനെയാണ് ആബ്സെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്റർ അടിക്കുന്നു, സേവ് ചെയ്യുന്നു. അടുത്തത് ഓവർ ടൈം ആണ്. ഓവർ ടൈം അണ്ടർ പ്രൊഡക്ഷൻ എന്ന ഹെഡിലാണ് കൊടുക്കേണ്ടത്. അതായത് നമ്മൾ എത്ര ഓവർ ടൈം വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമുക്ക് പൈസ തരുന്നത്. പ്രൊഡക്ഷൻ സെലക്ട് ചെയ്തു. അപ്പൊ ഇവിടെ അവേഴ്സ് ഉണ്ടോ, യൂണിറ്റ് അവിടെ അവേഴ്സ് ബേസിലാണ്. അതായത് പ്രൊഡക്ഷന്റെ ബേസിൽ അവേഴ്സ് ആണ്, നമ്മൾ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നതാണ് ചെക്ക് ചെയ്യുന്നത്. അതിന്റെ ബേസിലായിരിക്കും നമുക്ക് ക്യാഷ് കിട്ടുന്നത്. എന്റർ അടിക്കുന്നു, സേവ് ചെയ്യും. 3 അറ്റൻഡൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. എസ്കേപ്പ് അടിച്ച് ബാക്കിലോട്ട് വരികയാണ്. അതിനുശേഷം ക്രിയേറ്റ് ചെയ്യേണ്ടത് പേ ഹെഡ്സ് ആണ്. ഇവിടെ ഈ ക്വസ്റ്റനിൽ ഓരോ എംപ്ലോയീസിന്റെ പേ ഹെഡ്സ് പറയുന്നുണ്ട്. അതായത് കൃഷ്ണ വാസുദേവ് മാനേജർ ആണ്, അദ്ദേഹത്തിന്റെ ഡെയിലി സാലറി, ഒരു ദിവസത്തെ സാലറി 2500 രൂപയാണ്. ഓക്കെ, അയാൾ 10 ദിവസം വന്നാൽ 25,000 രൂപ കിട്ടും, 20 ദിവസം വന്നാൽ 50,000 രൂപ കിട്ടും. അപ്പൊ ആ രീതിയിലാണ് അതിന്റെ കാൽക്കുലേഷൻ വരുന്നത്. അദ്ദേഹത്തിന് ബോണസ് ആയിട്ട് അവർലി ബേസിലാണ് കൊടുക്കുന്നത്, 1000 രൂപ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം എക്സ്ട്രാ ചെയ്യുന്ന വർക്കിന് അവർലി ബേസിൽ 1000 രൂപ ബോണസ് കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രോവിഡന്റ് ഫണ്ടായിട്ട് 20,000 രൂപ കമ്പനി അദ്ദേഹത്തിന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നുണ്ട്, ഡിഡക്ട് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ട്രാവൽ അലവൻസ് ആയിട്ട് അദ്ദേഹത്തിന് 6,000 രൂപ കൊടുക്കുന്നുണ്ട്. ഹൗസ് റെന്റ് അലവൻസ് ആയിട്ട് 25,000 രൂപയും കൊടുക്കുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ സാലറി സ്ട്രക്ചർ. അപ്പൊ ഈ ഫസ്റ്റിൽ തന്നിരിക്കുന്ന ഇതിനെയാണ് ബേസിക് പേ എന്ന് പറയുന്നത്. 2,500 രൂപ ബേസിക് പേ ആണ്. ഇതെല്ലാം അദ്ദേഹത്തിന് സാലറിയുടെ ബേസിക് പേ കൂടാതെ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന എമൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ബേസിക് പേ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് പേ ഹെഡ്സ് സെലക്ട് ചെയ്ത് എന്റർ കീ പ്രസ് ചെയ്യുന്നു. അതിനകത്ത് ആദ്യം നമ്മൾ കൊടുക്കുന്ന ബേസിക് പേ എന്റർ അടിക്കുന്നു. ഈ ബേസിക് പേ, അതായത് ഇത് എംപ്ലോയീസിന് ഒരു ഏണിങ്സ് ആണ്, എംപ്ലോയീസിന് കിട്ടുന്ന എമൗണ്ട് ആണല്ലോ സാലറി. അപ്പൊ ബേസിക് പേ എംപ്ലോയീസിന് ഒരു ഏണിങ്സ് ആണ്, അത് സെലക്ട് ചെയ്യുക. ഏണിങ്സ് ഫോർ എംപ്ലോയി ഫിക്സ്ഡ് ആണ്. ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ്, സാലറി ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ്, അത് സെലക്ട് ചെയ്യുക. അഫക്ട് നെറ്റ് സാലറിയെ അഫക്ട് ചെയ്യുന്നുണ്ട്. ബേസിക് പേ എന്ന രീതിയിൽ തന്നെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഗ്രാറ്റുവിറ്റി കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കണോ? തൽക്കാലം നമ്മൾ നോ കൊടുക്കുകയാണ്. കാൽക്കുലേഷൻ ടൈപ്പ് ബേസിക് പേ എപ്പോഴും ഫ്ലാറ്റ് റേറ്റ് കൊടുക്കുക. പ്രത്യേകിച്ച് കാൽക്കുലേഷൻ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതായത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ DA, TA അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചില സ്ഥാപനങ്ങളിൽ ബേസിക് പേയുടെ ഇത്ര പെർസെന്റേജ് ആണ് TA, ബേസിക് പേയുടെ ഇത്ര പെർസെന്റേജ് ആണ് HRA, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കാൽക്കുലേഷൻ വരും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാൽക്കുലേഷൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബേസിക് പേ എപ്പോഴും നമ്മൾ ഫ്ലാറ്റ് റേറ്റ് തന്നെ കൊടുക്കുക. എന്റർ അടിക്കുക. കാൽക്കുലേഷൻ പീരീഡ് ഇവിടെ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഡേയ്സിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഡേയ്സ് സെലക്ട് ചെയ്യുന്നു, എന്റർ അടിക്കുന്നു. കൺട്രോൾ പ്രസ് ചെയ്ത് പറഞ്ഞാൽ സേവ് ചെയ്യാം. ബേസിക് പേ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്നത് ബോണസ് ആണ്. ബോണസ് അതും എംപ്ലോയീസിന് ഏണിങ്സ് ആണ്, ഫിക്സ്ഡ് ആണ്, ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ്, സാലറിയുടെ കൂടെ വരുന്നതുകൊണ്ട്. ഇവിടെ പ്രൊഡക്ഷൻ ആണ് കൊടുക്കേണ്ടത്. എന്തുകൊണ്ടാ? അവേഴ്സ് ബേസിലാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ഓൺ പ്രൊഡക്ഷൻ കൊടുക്കുന്നു. ഓവർ ടൈം അവേഴ്സ് ബേസിലാണ്. എന്റർ അടിക്കുന്നു, സേവ് ചെയ്യുന്നു. അടുത്ത കാറ്റഗറി പ്രൊവിഡന്റ് ഫണ്ട് ആണ്, PF. ഇത് എംപ്ലോയീസിൽ നിന്ന് ഡിഡക്ട് ചെയ്യുന്ന എമൗണ്ട് ആണ്. അതായത് സാലറി പേ ചെയ്യുന്ന സമയത്ത് ആ എമൗണ്ട് ഡിഡക്ട് ചെയ്തിട്ടാണ് അവർക്ക് നെറ്റ് സാലറി പേ ചെയ്യുന്നത്. അപ്പൊ ഇവിടുന്ന് PF എന്ന് കൊടുക്കുകയാണ്, പ്രൊവിഡന്റ് ഫണ്ട്. ഇത് കറണ്ട് ലൈബിലിറ്റി ആണ്. എന്തുകൊണ്ടാ? ഇത് എംപ്ലോയീസിന് അപ്പോൾ തന്നെ കൊടുക്കുന്നില്ല. എംപ്ലോയീസ് റിട്ടയർ ആകുന്ന സമയത്തായിരിക്കും ആ സ്ഥാപനത്തിൽ നിന്ന് ആ എമൗണ്ട് കൊടുക്കുന്നത്. അപ്പൊ അതുവരെ ആ എമൗണ്ട് ഹോൾഡ് ചെയ്യുന്നു. മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള പൈസ സ്ഥാപനം ഹോൾഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഇത് കറണ്ട് ലൈബിലിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഇത് ഡിഡക്ഷൻ ഫ്രം എംപ്ലോയീസ് ആണ്, സെലക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ കറണ്ട് ലൈബിലിറ്റി ആണ്, PF. ഫ്ലാറ്റ് റേറ്റ് തന്നെ കൊടുക്കുകയാണ്. ഇവിടെ ഡയറക്റ്റ് നമുക്ക് എമൗണ്ട് തന്നിട്ടുണ്ട്, ഫ്ലാറ്റ് റേറ്റ് കൊടുക്കുകയാണ്. ഇവിടെ തന്നിരിക്കുന്നത് മന്ത്ലി ആണ്, 20,000 രൂപ. ഓക്കെ, അപ്പൊ ഇവിടെ മന്ത് സെലക്ട് ചെയ്യുന്നു, അടിക്കുന്നു, സേവ് ചെയ്യും. അടുത്തത് TA ആണ്. TA ട്രാവൽ അലവൻസ്. ഇത് എംപ്ലോയീസിന് ഏണിങ്സ് ആണ്, ഫിക്സ്ഡ് ആണ്, ഇൻഡയറക്ട് എക്സ്പെൻസ് തന്നെയാണ്, സാലറി അഫക്ട് ചെയ്യുന്നുണ്ട്. അതും ഫ്ലാറ്റ് റേറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റൻ എല്ലാം ഫ്ലാറ്റ് റേറ്റിലാണ് തന്നിരിക്കുന്നത്. അത് അതേപോലെ കൊടുക്കുക. മന്ത്ലി ആണ് TA തന്നിരിക്കുന്നത്. അതിനുശേഷം തന്നിരിക്കുന്ന HRA ആണ്, ഹൗസ് റെന്റ് അലവൻസ്. അത് മന്ത്ലി ആണ്, HRA. ഏണിങ്സ് ഫോർ എംപ്ലോയി ആണ്, ഫിക്സ്ഡ് ആണ്, ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ്,
നെറ്റ് സാലറി അഫക്ട് ചെയ്യുന്നതാണ്, ഫ്ലാറ്റ് റേറ്റ് ആണ്, മന്ത്ലി ബേസ് ആണ്. ഓക്കെ, എൻ്റർ അടിക്കുന്നു, സേവ് ചെയ്യും. ഓക്കെ, ഇതിനുശേഷം എസ്കേപ്പ് അടിച്ച് ബാക്കിലോട്ട് വരിക. അപ്പൊ പേ ഹെഡ്സ് എല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇതിനുശേഷം നമ്മൾ എസ്കേപ്പ് അടിച്ച് ബാക്കിലോട്ട് വരിക. മാസ്റ്റേഴ്സിൽ നിന്ന് ഓൾട്ടർ കീ സെലക്ട് ചെയ്യുക, എന്റർ കീ പ്രസ് ചെയ്യുക. ഇനിയാണ് നമ്മൾ സാലറി ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഈ ഓരോ എംപ്ലോയീസിന്റെ സാലറി ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഇനിയാണ്. പേറോൾ മാസ്റ്റേഴ്സിൽ താഴെയായിട്ട് ഇപ്പോൾ ഡിഫൈൻ സാലറി എന്നൊരു ഓപ്ഷൻ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇതിന് ഡിഫൈൻ സാലറി സെലക്ട് ചെയ്യുക, എന്റർ കീ പ്രസ് ചെയ്യുക. ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് കൃഷ്ണ വാസുദേവ് മാനേജറുടെ സാലറിയാണ്. എന്റർ അടിക്കുക. ഞാനിവിടെ 1/4 എന്ന് കൊടുക്കാം ഡേറ്റ്. അദ്ദേഹം എന്ന് മൂലമാണ് ആ ഒരു എഫക്ട് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1/4/2023. നമ്മൾ അദ്ദേഹത്തിന്റെ ബേസിക് പേ ആദ്യം സെലക്ട് ചെയ്യുക, എന്റർ അടിക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന ബേസിക് പേ 2500 രൂപയാണ്. എന്റർ കീ പ്രസ് ചെയ്യുന്നു. 2500 രൂപയാണ് ഒരു ദിവസത്തെ സാലറി. എന്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഡേയ്സ്, നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് കൊടുത്ത ഡേയ്സ് എന്ന ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്നുണ്ട്. 2500 രൂപ പെർ ഡേ ആണ്. അടുത്തത് ബോണസ് ആണ്, 1000 രൂപ അവേഴ്സിനാണ് ബോണസ്. റേറ്റ് 1000, അവേഴ്സ് ബേസ് വന്നു. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ വന്നത്. അടുത്തത് പി എഫ് ആണ്, 20,000 രൂപയാണ് പി എഫ് ആയിട്ട് അദ്ദേഹത്തിന്റെ സാലറിയിൽ നിന്ന് ഡിഡക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടുന്ന് പി എഫ് സെലക്ട് ചെയ്യുന്നു. 20,000 ഫ്ലാറ്റ് റേറ്റ് ആണ്, 20,000 റുപ്പീസ് എൻ്റർ അടിക്കുന്നു. ഓക്കെ, അപ്പോൾ ഡിഡക്ഷൻ ഫ്രം എംപ്ലോയിയെ കാണിച്ചിട്ടുണ്ട്. അടുത്തത് ടി എ ആണ്. ടി എ ഇവിടെ തന്നിരിക്കുന്നത് 6000 രൂപയാണ് മന്ത്ലി. ഓക്കെ, അപ്പം 6000 എൻ്റർ അടിക്കുന്നു, മന്ത്ലി ആണ്. അടുത്തത് എച്ച് ആർ എ ആണ്. എച്ച് ആർ എ ഇദ്ദേഹത്തിന് തന്നിരിക്കുന്നത് 25,000 റുപ്പീസ് ആണ്, പെർ മന്ത് ആണ്. 25,000 മന്ത് എൻ്റർ അടിക്കുന്നു, സേവ് ചെയ്യുന്നു. അടുത്തത് മുഹമ്മദ് സിറാജുദ്ദീൻ അസിസ്റ്റന്റ് മാനേജറുടെ ആണ്, സെലക്ട് ചെയ്യുകയാണ്. അതും 14 കൊടുക്കുന്നു, 14. അദ്ദേഹത്തിന്റെ ബേസിക് പേ നമുക്ക് തന്നിട്ടുണ്ട് 2000 രൂപയാണ്. 2000 എൻ്റർ കീ ചെയ്യുന്നു. അതിനുശേഷം ബോണസ് ആണ്, 1000 രൂപ തന്നെയാണ് ബോണസ്. ബോണസ് സെലക്ട് ചെയ്യുന്നു, 1000 എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അടുത്തത് പി എഫ് ആണ്, പ്രൊവിഡന്റ് ഫണ്ട് സെലക്ട് ചെയ്യുന്നു. നമുക്ക് തന്നിരിക്കുന്നത് 18,000 18,000 റുപ്പീസ് ആണ്. 18,000 അടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ടി എ ആണ്. ടി എ ഇദ്ദേഹത്തിന്റെയും 6000 രൂപ തന്നെയാണ്, 6000. അടുത്തത് എച്ച് ആർ എ ആണ്. അത് 22,000 രൂപ, 22,000 റുപ്പീസ് ആണ്, 22,000. ഓക്കെ, നമ്മൾ രണ്ടുപേരെയും സാലറി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി എസ്കേപ്പ് അടിച്ച് ബാക്കിലോട്ട് വരിക. ഇതിനുശേഷം നമ്മൾ വൗച്ചേഴ്സിൽ വന്നിട്ട് ഇവർക്ക് സാലറി കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇവരുടെ അറ്റൻഡൻസ്, ഇവർ എത്ര ദിവസം ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ടെന്നുള്ളത് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അത് ആദ്യം ചെയ്യാം. വൗച്ചേഴ്സ് സെലക്ട് ചെയ്ത് എന്റർ കീ പ്രസ് ചെയ്യുന്നു. F10 പ്രസ് ചെയ്യുമ്പോൾ പേറോളിന്റെ കീ നമുക്ക് മനസ്സിലാക്കാം. അറ്റൻഡൻസ് ഉണ്ട്, അതിന്റെ താഴെ പേറോൾ, കൺട്രോൾ F4 ആണ് ഷോർട്ട് കീ ആയിട്ട് പ്രസ് ചെയ്യേണ്ടത്. ഇവിടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനായിട്ട് അറ്റൻഡൻസ് സെലക്ട് ചെയ്ത് എന്റർ കീ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു സ്ക്രീനാണ് ലഭിക്കുന്നത്. അതിൽ ആദ്യമായി കൃഷ്ണ വാസു മാനേജറെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം എത്ര ദിവസം പ്രസന്റ് ആയി എന്നുള്ളത് ഈ മന്ത്ലി ഷീറ്റിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. അത് 24 ദിവസമാണ് മൊത്തത്തിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. 11 മണിക്കൂർ ഓവർ ടൈം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 24 ദിവസവും 11 മണിക്കൂർ. അപ്പോൾ ഇവിടെ പ്രസന്റ് സെലക്ട് ചെയ്യുന്നു, 24 ദിവസം. അദ്ദേഹത്തിന്റെ പേര് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓവർ ടൈം സെലക്ട് ചെയ്യുക. 11 അവേഴ്സാണ്, 11 മണിക്കൂർ എൻ്റർ അടിക്കുന്നു. അടുത്തത് മുഹമ്മദ് സിറാജുദ്ദീൻ ആണ്, അത് സെലക്ട് ചെയ്യുന്നു. അദ്ദേഹം പ്രസന്റ് ആയിട്ടുള്ളത് 22 ദിവസവും 12 മണിക്കൂർ ഓവർ ടൈം അദ്ദേഹത്തിനുണ്ട്. പ്രസന്റ് 22 ദിവസം. മുഹമ്മദ് സിറാജുദ്ദീൻ ഓവർ ടൈം 12 മണിക്കൂർ. രണ്ടുപേരെ അറ്റൻഡൻസ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. എൻ്റർ അടിക്കുക, സേവ് ചെയ്യുക. ഇനിയാണ് പേയ്മെന്റ് നടത്തേണ്ടത്. അതായത് പേറോളിലൂടെ സാലറി പേയ്മെന്റ് നടത്തണം. അതിന് മുമ്പായിട്ട് ഈ ക്വസ്റ്റിനകത്ത് ആദ്യം പറഞ്ഞതുപോലെ ബാങ്കിന്റെ ഒരു എമൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എസ്കേപ്പ് അടിച്ച് ബാക്കിലോട്ട് വരികയാണ്. ക്രിയേറ്റ് ഓപ്ഷൻ എടുത്ത് ബാങ്ക് അക്കൗണ്ട്സിന് കൊടുക്കുകയാണ്. കൺട്രോൾ പ്ലസ് സേവറിന് സേവ് ചെയ്യും. എസ്കേപ്പ് അടിച്ച് ബാക്കിലോട്ട് വരികയാണ്. ഇതിനുശേഷം വൗച്ചേഴ്സ് എടുത്ത് കൺട്രോൾ F4 ആണ് പേറോളിന്റെ ഷോർട്ട് കീ. കൺട്രോൾ പ്ലസ് F4 അടിക്കുകയാണ്. പേറോൾ വൗച്ചർ സെലക്ട് ചെയ്തു. ഇവിടെ പേ ചെയ്യാൻ പോകുന്ന ബാങ്കിലൂടെയാണ് പേയ്മെന്റ് നടത്തുന്നത്. ബാങ്ക് സെലക്ട് ചെയ്യുന്നു. ബാങ്കിൽ നമ്മൾ ഒരു കാര്യം കൊടുത്തില്ല, ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തില്ല. കൺട്രോൾ എൻ്റർ അടിച്ചിട്ട് കൺട്രോൾ പ്ലസ് എൻ്റർ അടിച്ചിട്ട് ഇന്ന് എഡിറ്റ് ചെയ്യാണ്. ഇവിടെ 12 ലക്ഷം രൂപ കൊടുക്കുകയാണ്. 12 ലക്ഷം അടിക്കുന്നു, സേവ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇവരുടെ അതായത് കൃഷ്ണ വാസുദേവിന്റെയും മുഹമ്മദ് സിറാജുദ്ദീന്റെയും സാലറി പേയ്മെന്റ് നടത്താൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് എസ്കേപ്പ് അടിച്ച് ബാക്കിലോട്ട് നിന്ന് വരികയാണ്. ഇവിടെ നിന്ന് ഓൾട്ട് പ്ലസ് F2 പറഞ്ഞ്
നിങ്ങൾ 1/4/2023 ഇവിടെ കിടക്കുന്നത്. എൻഡ് എടുക്കുക. അത് ഓപ്പണിംഗ് ഡേറ്റ് ഇവരെല്ലാം ജോയിൻ ചെയ്ത് 1/4 തന്നെയാണ്. ഒരു മാസം സാലറി നമുക്ക് കൊടുക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ 1/5 സെലക്ട് ചെയ്തു, എൻഡ് അടിക്കുക. എന്ന് വെച്ചാൽ ഒരു മാസം സാലറിയാണ് നമ്മളിവിടെ പേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഡ്യൂറേഷൻ 1 മന്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു മാസത്തെ സാലറി കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. അത് ശ്രദ്ധിക്കുക. ഈ ഒരു പേയ്മെന്റ് നടത്തുന്നതിന് മുമ്പായിട്ട് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ വന്നിട്ട് Alt+F2 പറഞ്ഞ് ആ ഒരു ഡ്യൂറേഷൻ 1/4/2023 to 1/5/2023 എന്ന ഒരു ഡ്യൂറേഷൻ കൊടുക്കണം. ഓക്കെ, എൻഡ് അടിക്കുക. ഇവിടുന്ന് പേറോളിൽ ബാങ്ക് അക്കൗണ്ട് ഒന്നുകൂടി സെലക്ട് ചെയ്യുന്നു. ഇതിനുശേഷം ഇവരുടെ സാലറി പേയ്മെന്റ് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ കിട്ടാൻ വേണ്ടി ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന്റെ റൈറ്റ് സൈഡിൽ എഫിന്റെ താഴെ 2 വര, അതായത് ഓട്ടോ ഫിൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. Ctrl F ആണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. ഷോർട്ട് കീ Ctrl F പ്രസ് ചെയ്യുകയാണ്. ഇപ്പൊ പേറോൾ ഓട്ടോ ഫിൽ എന്ന് ചോദിക്കുന്നുണ്ട്, എൻഡ് അടിക്കുന്നു. ഇപ്പൊ ഇവിടെ സാലറി ആണ്, അത് സാലറി സെലക്ട് ചെയ്യാൻ അടിക്കുക. അതിനുശേഷം ബിഗിനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. 1/4/2023 ആണ്. എൻഡ് കൊടുക്കേണ്ടത് 1/5 ആണ് കൊടുക്കുന്നത്. ഓക്കെ, 1/5 കൊടുക്കുന്നു. ഓൾ ഐറ്റംസ് കൊടുക്കുക. എംപ്ലോയീസ് നെയിം ബേസിലാണ് കൊടുക്കേണ്ടത്, എൻഡ് അടിക്കുക. ബാങ്കിൽ നിന്നാണ് പൈസ പോകുന്നത്, ബാങ്ക് സെലക്ട് ചെയ്യുക, എൻഡ് അടിക്കുക. ഓട്ടോമാറ്റിക്കലായിട്ട് ആ സാലറി, അതായത് അദ്ദേഹത്തിന്റെ ബേസിക് പേ 77,500, ബോണസ് 11,000, PF 40,000 രൂപ ഡിഡക്ട് ചെയ്യുന്നുണ്ട്, TA 12,000, HR 50,000. ഓക്കെ, അങ്ങനെ ടോട്ടൽ സാലറി ഇവിടെ ഓട്ടോമാറ്റിക്കലായിട്ട് കാൽക്കുലേറ്റ് ആയി. നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അവിടെ നമ്മൾ സെറ്റ് ചെയ്തതനുസരിച്ച് ഓട്ടോമാറ്റിക്കലായിട്ട് ഇതിനകത്ത് പേയ്മെന്റ് വന്നു. എൻഡ് അടിക്കുക, സേവ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ചെക്കിലൂടെ ആയിരിക്കും പേ ചെയ്യുന്നതെങ്കിൽ ചെക്ക് നമ്പറൊക്കെ ഇവിടെ കൊടുക്കണം, എൻഡ് അടിക്കുക, സേവ് ചെയ്യുക. അപ്പൊ ഇത്രയേ ഉള്ളൂ സാലറി പേറോളിലൂടെ പേയ്മെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ബാക്കിയുള്ള ഇതിനകത്ത് കുറെ അധികം എംപ്ലോയീസ് ഉണ്ട്, അവരുടെ ടൈം ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത പോലെ തന്നെ സെറ്റ് ചെയ്ത് അതിനുശേഷം ഈ പറയുന്ന പോലെ പേയ്മെന്റ് ചെയ്യാൻ പഠിക്കണം. ഇത് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് ചെയ്യുക. ഒരു ഒറ്റ ക്വസ്റ്റനേ ഉള്ളൂ. ഒരുപാട് എംപ്ലോയീസിന്റെ പേരുണ്ട്, അതിന്റെ ഡീറ്റെയിൽസും ഉണ്ട്. ഓക്കെ, അവരുടെ അറ്റൻഡൻസും താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ ചെയ്ത് ഇതിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഈ ക്ലാസ്സിൽ ഇത്ര മാത്രം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.